ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ 3 നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഞാൻ കരുതിയത് ഏകദേശം ഒരു വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ തിരിച്ചറിയാൻ കഴിയുക എന്നായിരുന്നു. പക്ഷേ വളരെ നല്ലൊരു സീസൺ ആയിട്ടാണ് എനിക്ക് ഈ ഒരു സീസണെ ഫീൽ ചെയ്യുന്നത്. കാരണം കുറേയേറെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസുകൾ ഇതിനകത്തുണ്ട്. കഴിവുള്ള ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കാൻ കഴിവുള്ള ഒരുപാട് പേരെ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള കുറെ വാഴകളൊന്നും അല്ല ഇവിടെ. ഭയങ്കര പുറത്ത് ഡയലോഗ് അടിച്ചിട്ട് അകത്ത് നിന്നിട്ട് വാഴകളായ കുറെ ആളുകൾ ഇന്ന് യൂട്യൂബും തുറന്നു വെച്ചിരുന്ന് ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ ചിരിയും തോന്നുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അവരെവരെ വിലയിരുത്തുമ്പോൾ അവരെന്തായിരുന്നു എന്ന് അവര് പുറകിലേക്കൊന്ന് എത്തി നോക്കുന്നത് വളരെ നന്നായിരിക്കും. നോക്കി ഈ സീസണിലേക്ക് വരാൻ, കഴിഞ്ഞ സീസണിലെ വാഴകളെല്ലാം കൊലച്ച് വെട്ടിയിറക്കി പുതിയ ടീമുകളെ കൊണ്ടുവന്ന് ഇത് വാഴയായി പോകുമോ എന്ന് വിചാരിച്ചു. പക്ഷെ വാഴകളുണ്ട്, അത് ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന വാഴകളെ മാറ്റി നിർത്തിയാൽ വളരെ ആക്റ്റീവായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ഈ സീസണിലുള്ളത്. മികച്ചൊരു മത്സരം തന്നെയാണ് അവർ ബിബിക്കുള്ളിൽ കാഴ്ചവെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഓരോരുത്തരായി എടുത്തെടുത്ത് തന്നെ പറയേണ്ട സാഹചര്യത്തിലേക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലേക്ക് പോകുമ്പോൾ വിഷയം മാറും. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് അവരവരുടേതായിട്ടുള്ള ഇൻപുട്ടുകൾ നൽകുന്നുണ്ട്. അതിന്റെ റിസൾട്ട് പുറത്ത് അവർക്ക് കിട്ടുന്നുമുണ്ടായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ 1 വീക്കൊക്കെ എടുക്കുമെന്ന് കരുതിയെടുത്ത് നല്ല മികച്ച കണ്ടസ്റ്റന്റുകൾ. അതില് ഒരു കാര്യം തുടക്കത്തിൽ പറയുന്നത് ഇപ്പൊ 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇവരുടെ ഒന്നും പേരുകളൊന്നും വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ എപ്പിസോഡ് പിന്നെ കുറച്ച് ടൈമുകൾ മാത്രമേ ഇവരുടെ ലൈവ് കാണാനുള്ള സാഹചര്യം കിട്ടാറുള്ളൂ. എന്റേതായ തിരക്കുകൾ കാരണം എനിക്ക് അതിനുള്ളൊരു സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ എപ്പിസോഡ് ഞാൻ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏകദേശം എനിക്ക് ഇപ്പൊ നല്ല നല്ല പ്ലെയർ ആയിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത വ്യക്തിപരമായിട്ടാണ്. എല്ലാവർക്കും അതേ അഭിപ്രായമാവണമെന്നില്ല. അപ്പാനി ശരത് ഒരു നല്ലൊരു ബിബി മെറ്റീരിയലാണ്. അത് പറയാൻ കാരണം അവിടെ ഏതൊരു വിഷയം ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഒരു വലയം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ വലയത്തെ ലീഡ് ചെയ്യുന്ന രീതിയിലാണ് അപ്പാനി ശരത് തന്റെ ടേക്കുകൾ എടുക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അപ്പാനി ശരത് റേസ് ചെയ്യുന്ന വോയിസ് വളരെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നുമുണ്ട്. അതൊരു പക്ഷേ വിഷയവുമായി ബന്ധിപ്പിച്ച് തന്നെയാണ് അപ്പാനി ശരത്ത് പറഞ്ഞു പോകുന്നതും. ആ വോയിസിനെ കവർ ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ അതിന് മേലെ ഒരു കൗണ്ടർ ഇട്ട് അതിനെ റീ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ ക്ലിയർ ആയിട്ട് അപ്പാനി ശരത്ത് നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ അനുവിന്റെ ഒരു വിഷയം അവിടെ വന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു മിസ്റ്റർ ഷാനവാസ്. പക്ഷെ ഞാൻ തുടക്കത്തിലെ ഷാനവാസിന്റെ ഒരു മണ്ടത്തനം നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ കണ്ടതാണ്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്. അത് ഈ പറഞ്ഞ എപ്പിസോഡ് 3യിലും ഷാനവാസ് തുടരുന്നുണ്ട്. ആ ഒരു വിഷയം മാത്രമല്ല, ഷാനവാസ് പൊതുവെ ഉണ്ടാക്കുന്ന വിഷയങ്ങളും പുള്ളി ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വിഷയങ്ങളും കുവുന്ന ഓലപ്പടക്കം പോലെ പൊട്ടിപ്പോകുന്നുണ്ട്. അതായത് ശബ്ദം പൊട്ടില്ലേ എന്തായാലും, എന്നാ പൊട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ചീറ്റി പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഷാനവാസിന്റെ മിക്ക കണ്ടന്റുകൾ. അത് എന്തുമാത്രം അതിനെ യൂസ് ചെയ്ത് മറ്റ് കണ്ടസ്റ്റന്റുകൾ അതിൽ നിന്നും തന്നെ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരാളാണ് ഈ പറയുന്ന അപ്പാനി ശരത്ത്. അനുവിന്റെ വിഷയത്തിൽ പോലും ഒരു ഫൈനൽ എൻഡിലേക്ക് എത്തിയപ്പോൾ സ്കോർ ചെയ്തു പോയത് അപ്പാനി ശരത്താണ്. അനു വളരെ വ്യക്തമായിട്ട് അനുവിന്റെ ഉള്ളിലെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അനു എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ എന്താ പറയാ നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നും അതുപോലെ തന്നെ കറക്റ്റ് ഒരു പോയിന്റ് അനുവോടെ പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഞാൻ വിഷമിക്കുകയും റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യുകയും ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുള്ള കറക്റ്റ് ഒരു പോയിന്റ് അനുവോട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ 2ാമത്തെ മത്സരാർത്ഥി അനുവാണ്. അനു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിബി മെറ്റീരിയലാണ്. അനു ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഒരുപാട് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഓൾറെഡി അനുവിനുള്ളൊരു ഇതുണ്ട്, ഫാൻ ബേസ് ഉണ്ട്. അതിന്റെ ഗ്രാഫ് ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് അനുവിന് ഈ പറഞ്ഞ ഡോക്ടറുമായി ലിങ്ക് ചെയ്ത് വന്നൊരു വിഷയത്തെ ഉപയോഗപ്പെടുത്തിയത്. ആ ഡോക്ടറുടെ വിഷയം നിങ്ങൾ എന്താന്ന് കണ്ടു. ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അനു അവിടെ ഒരു ഇമോഷണൽ ടേക്ക് എടുത്തു. ആ ഇമോഷണൽ ടേക്ക് അനുവിന്റെ ഭാഗത്തേക്ക് ആ ബിബി ഹൗസിലുള്ള എല്ലാരെയും എത്തിച്ചു. ഫൈനലി ഷാനവാസിനോട് സറണ്ടർ ചെയ്യേണ്ടി വന്നു. സറണ്ടർ ചെയ്തിട്ട് ട്രൂ റിവീൽ ചെയ്യേണ്ടി വന്നു. അവിടെ ഷാനവാസ് ഒരു
എന്താ പറയാ ഒരു ഗെയിമാണ് കളിക്കാൻ നോക്കിയത്, ഒരു കോമിക് ഗെയിമാണ് കളിക്കാൻ നോക്കിയെങ്കിലും എടുത്തു വെച്ച വിഷയം കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനെ ഏറ്റുപിടിച്ചവർ പോലും അതിന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോൾ ഷാനവാസിനെതിരെ തിരിയുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അത് തീർച്ചയായിട്ടും ഷാനവാസ് എടുത്തിരുന്ന ടേക്ക് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം പുറത്ത് വളരെയേറെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആതുര സേവനങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയിലാണ് ഈ ഡോക്ടേഴ്സ് പെടുന്നത്. അവരുടെ കരിയറിനെയും അവരുടെ രീതികളെയും ഒരു ചോദ്യശരത്തിൽ നിർത്തുന്ന, അവരുടെ ആ ഒരു പ്രവൃത്തികളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡയലോഗാണ് അവിടെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന അനു വളരെ ഇമോഷണലി ചെയ്ത് എടുത്തത്. കാരണം അനുവിനറിയാം അതിന്റെ ഡാമേജ് എന്തുമാത്രം പുറത്ത് കിട്ടുമെന്ന്. കാരണം അനു ഒരു കലാകാരിയാണ്, പുറത്തേക്ക് വന്നിട്ടും അവർക്കൊരു ലൈഫ് ഉണ്ട്, അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സോഷ്യൽ അറ്റൻഷനിൽ നിൽക്കേണ്ടതും എപ്പോഴും ലൈവ് സ്ട്രീമിൽ നിൽക്കേണ്ടതുമായിട്ടുള്ള ഒരു മേഖലയാണ്. അത് തന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുമെന്നുള്ള ഒരു തിങ്ക് കൊണ്ടാവണം അനു അവിടെ ഇമോഷണലി ആ വിഷയം എടുത്തത്. അടുത്തെനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മത്സരാർത്ഥി ഒരു ഹിന്ദിക്കാരിയാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മലയാളം കുറച്ചേ അറിയുള്ളൂ എന്ന് പറഞ്ഞ ആ മോഡലിംഗ് രംഗത്ത് നിന്ന് വന്ന ആ പെൺകുട്ടിയാണ്. എനിക്ക് പേര് അത്രത്തോളം കണക്റ്റഡ് ആയിട്ടില്ല, എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ഞാൻ എന്തായാലും എന്റെ വീഡിയോ എഡിറ്റിംഗ് ടൈമിൽ ഞാൻ ഇവിടെ അതൊന്ന് മെൻഷൻ ചെയ്തിരിക്കാം. അപ്പൊ ഈ പെൺകുട്ടി വളരെ ക്ലിയർ ആയിട്ടാണ് തന്റെ സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നത്. മലയാളം അറിയില്ല എന്ന് പറഞ്ഞൊരു ആളിൽ നിന്നും മലയാളത്തിന്റെ പഴമൊഴികൾ പോലും പുറത്തേക്ക് വരുന്നത്, തന്റെ വാക്കുകളിൽ നിന്നും മലയാളത്തിലെ ഏറ്റവും കടുകട്ടിയായ പദപ്രയോഗങ്ങൾ പോലും വളരെ എന്താ പറയാ ഒരു നർമ്മത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പല വിഷയങ്ങളും ഈ പറഞ്ഞ അപ്പാന് ശരത്തൊരു ടീമായിട്ട് വന്നു പോലും ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തനിക്കറിയുന്ന മലയാളം കൊണ്ട് ശ്രമിച്ചുവെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ മലയാളം കൈവശം ഇരുന്നിട്ട് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിൽ സംസാരിച്ച് അതിനൊന്ന് മാനേജ് ചെയ്ത് പോകാൻ അവിടെയുള്ള മിക്ക ആളുകൾക്കും കഴിയുന്നില്ല. പക്ഷെ അവിടെയെല്ലാം തന്നെ ഈ പറഞ്ഞ ഒരു മത്സരാർത്ഥി വളരെ നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ഇപ്പോൾ ആദ്യം ഒന്ന് സൈലന്റായി നിന്നുവെങ്കിലും ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും വെക്കുന്ന ഓരോ ഡെഡിക്കേഷൻ, അതെല്ലാം തന്നെ ഒരു BB മെറ്റീരിയലിന് പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് പുറത്ത് 4 പേരെ ആക്കിയിട്ട് ഒരു സ്ലീപ്പ് ചെയ്യാതിരിക്കാനുള്ള നൈറ്റിലേക്ക് വന്നൊരു എന്താ പറയാ ഒരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ബിഗ് ബോസും കണ്ടസ്റ്റന്റുമായിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം അതിൽ നിന്നും തോൽക്കുകയാണ്, ഒരു റെഡ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ എലിമിനേറ്റ് ആകപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും ആ 4 പേരിരുന്ന ഒരു ടോക്കിൽ എല്ലാ പേരും കിടന്നുറങ്ങിയിട്ടും ആ ഒരു ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു അവസാന സ്റ്റേജിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. എല്ലാരും കിടന്നുറങ്ങിയിട്ടും അവർ ഉറങ്ങാതെ അവിടെ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. ആ ഉറങ്ങാതെ ഇരുന്നിട്ട് അവിടെ എല്ലാവരും വീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊടുത്ത വാക്കിനോടുള്ള വിലയാണ്. അതായത് ആ മത്സരം എന്ത് തന്നെ ആയിക്കോട്ടെ, അവരൊരു 3 ദിവസത്തെ പരിചയമാണ് അവിടെ ഉള്ളത്. അത് കറക്റ്റ് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതിന്റെ അകത്തിരുന്ന് പ്ലാൻ ചെയ്യുന്നവരും 3 ദിവസത്തെ ബന്ധം വെച്ചിട്ട് അവർക്ക് എന്തുമാത്രം ആത്മബന്ധം ഉണ്ടാവും എന്നുള്ള കാര്യം പോലും സംസാരിക്കുന്നുണ്ട്. പക്ഷെ കൊടുത്ത വാക്കിനുള്ള റെസ്പെക്ട് കൊണ്ട് ഉറങ്ങാതെ അവരുടെ ചുറ്റിനും നിൽക്കുന്ന ഒരു മത്സരാർത്ഥി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഒരു മനുഷ്യ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയും. അതായത് നമ്മളൊരു വാക്ക് കൊടുത്താൽ ആ വാക്കിനോടുള്ള ഒരു അത് പുറത്തേക്ക് തരുന്ന ഒരു മെസ്സേജ് വളരെ നല്ലൊരു മെസ്സേജാണ്. കാരണം മനുഷ്യരുടെ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു വാക്ക് കൊടുത്താൽ ആ വാക്കിനുള്ള ഒരു വില കാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് കറക്റ്റ് ആയിട്ട് ആ ഒരു മത്സരാർത്ഥി അവിടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇനി മറ്റുള്ള എല്ലാവരും തന്നെ അവരവരുടേതായിട്ടുള്ള ഓരോരോ ഇൻപുട്ടുകൾ ഇട്ട് പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഈ ഒരു ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടതിൽ നിന്നും എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 3 പേരുടെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെല്ലാവരും തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സീസണിൽ ആരും മോശക്കാരല്ല. എല്ലാവരും തന്നെ അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ടേക്ക് എടുത്ത് പോകുന്നുണ്ട്. നല്ല മത്സരം തന്നെയായിരിക്കും ഈ സീസണിൽ എന്തായാലും നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് മനസ്സിലായി. രേണുവിൻ്റെതായ സൈഡിൽ നിന്നും തന്റേതായ രീതിയിൽ കയറി വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രേണുവിൻ്റെതായ രീതിയിൽ മത്സരിക്കട്ടെ, എല്ലാവരും അവരവരുടേതായ രീതിയിൽ മത്സരിക്കട്ടെ. അവിടെ ഒരു ഗ്രൂപ്പ് വർക്കും നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് വർക്കുകൾ എല്ലാം തന്നെ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ബിഗ് ബോസിന്റെ പ്ലാനിങ് കുറച്ച് മാറ്റിയാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പ് വന്നാലും അതിനെല്ലാം പൊളിക്കാനുള്ള തന്ത്രം ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ബാക്ക് ടീമിന് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം അവരിപ്പോൾ തുടക്കത്തിൽ തന്നെ ആരെയും വെറുതെ ഇരുത്തുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ ടാസ്കുകൾ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ ടൈമും എൻഗേജ്ഡ് ആക്കുന്ന രീതിയിലാണ് നമുക്ക് ഓരോ ടൈമും ലൈവിൽ പോലും അത് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു എഫക്ട് നമ്മുടെ എപ്പിസോഡിലും ഉണ്ടായിരുന്നു.
അപ്പൊ എന്തായാലും നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിനെ കുറിച്ചും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു റിയാക്ഷൻ അവസാനിപ്പിക്കാം. കോമണർ ആയിട്ട് അനീഷ് തുടക്കത്തിൽ കുറച്ച് അരോചകങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും എടുക്കുന്ന വിഷയങ്ങളിനകത്തും അതുപോലെ തന്നെ പറയുന്ന വാക്കുകളിലും കുറച്ച് ക്ലാരിറ്റി വിഷയം ഉണ്ടെങ്കിൽ പോലും വളരെ നല്ല നല്ല ടേക്കുകൾ എടുത്തുകൊണ്ട് അനീഷ് തന്റെ ഗ്രാഫ് ഒരു സ്റ്റെപ്പെങ്കിലും ഉയർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് എന്തുമാത്രം മറ്റ് ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇതേ രീതിയിൽ അനീഷിന് മുന്നേറാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അനീഷ് വെക്കുന്ന കാര്യങ്ങളിൽ ചില സൈഡുകളിൽ അനീഷിന്റെ ഭാഗം നോക്കുമ്പോൾ പോസിറ്റീവായിട്ടും, എന്നാൽ ചില കാര്യങ്ങൾ അടാറ് ബ്ലണ്ടർ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും അനീഷും ഒരു നല്ലൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇവരെല്ലാരെയും കൂടി ഒന്നും കൂടി നല്ല രീതിയിൽ വിലയിരുത്താം. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 3 പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 പേരെ ഞാൻ പറഞ്ഞു എന്ന് കരുതി മറ്റുള്ളവർ വീക്ക് എന്നല്ല, അവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ്. അവർക്കും സമയമൊന്നുമായിട്ടില്ല, ഇത് വെറും 3ാമത്തെ ദിവസമാണ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവർ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ കളിച്ച് മുന്നേറി വരട്ടെ. അവരുടെ ഒപ്പം പുറത്ത് ഒരുപാട് പേരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഇത്തരത്തിൽ റിയാക്ഷൻ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ 2 ദിവസമായിട്ടേ ഉള്ളൂ. എനിക്ക് ഞാൻ ആരെയൊക്കെ കോർണർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കമന്റ്സുകളൊക്കെ എന്റെ ഷോർട്ട് വീഡിയോക്കകത്ത് വരുന്നുണ്ട്. അതൊന്നും എന്നെ അലോസപ്പെടുത്തുന്നില്ല, അതൊന്നും എന്നെ തകർത്തുന്നുമില്ല, എന്നെ തളർത്തുന്നുമില്ല. ഞാൻ തുടരുക തന്നെ ചെയ്യും. അത് ആരവിടെ ശരി ചെയ്യുന്നു ആ ശരിക്കൊപ്പവും, ആരവിടെ തെണ്ടിത്തനം കാണിക്കുന്നു ആ തെണ്ടിത്തനത്തിന് അതേ രീതിയിൽ പച്ചയ്ക്ക് പറയുന്ന ഒരാളായിട്ട് ഞാൻ എന്റെ വീഡിയോകളുമായിട്ട് ഇവിടെ ഉണ്ടാവും. മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.